സാർ, ഈ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് ഹിന്ദു സംഘടനകൾ രംഗത്ത് വരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, ഇവരെല്ലാവരും രംഗത്തുണ്ട്. എന്താണ് സാർ ഈ ഹിന്ദു സംഘടനകൾ ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രമിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നത്, അതിനെ എതിർത്തുകൊണ്ട് എന്തുകൊണ്ടാണ്, എന്ത് കാരണമാണ് അതിൻ്റെ പിന്നിലുള്ളത്, അതിനെ എതിർക്കാൻ? ഈ സംസ്ഥാന സർക്കാരുമായിട്ട് ചേർന്നുകൊണ്ടാണ് നടത്തുന്നത്, അല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല. അത് ശരി. ഇത് ശരിക്കും സർക്കാരിന് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ദേവസ്വം ബോർഡ് അങ്ങ് ഭക്തർ നടത്തുന്നതാണ്. അത് നല്ലതാണ്. അയ്യപ്പ സർക്കാർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പൊ തീർത്ഥാടന കാലത്തും സർക്കാർ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് നോക്കിക്കോളൂ ബാക്കി കാര്യങ്ങൾ. തീർത്ഥാടനം നടത്തുന്നത് ദേവസ്വം ബോർഡും അതിനുള്ള സൗകര്യങ്ങൾ, അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ, അവർ ആവശ്യപ്പെടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാർ. അതിനാണല്ലോ ഈ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. അത് 75 വർഷമായി. അതിന്റെ 75ാം വാർഷികം കൂടിയാണ്. അപ്പോൾ അയ്യപ്പ സംഗമമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ പലർക്കും ഒരു സംശയം, ഇപ്പൊ സർക്കാരും കൂടി ഇതിനകത്ത് കയറി തലയിടുന്നത് കൊണ്ടാണ്. കാരണം നമ്മൾ മുമ്പൊക്കെ കണ്ടു, ഭക്തരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ശബരിമലയും കാനന പ്രദേശങ്ങളും അയ്യപ്പൻ്റെ പൂങ്കാവനും എല്ലാം തന്നെ ഇവർ കലുഷിതമാക്കി, കലാപഭൂമിയാക്കി മാറ്റിയത് നമ്മൾ കണ്ടു. അതിന് യുവതീ പ്രവേശത്തെ തടഞ്ഞവരുടെ പേരിലുള്ള കേസ് പോലും ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നെ മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് ശബരിമലയുടെ വികസനവുമായിട്ട്, അതെല്ലാം അവിടെ കിടക്കുകയാണ്. ശരി, ഇവർ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാർ ഇതിനകത്ത് കൈ കടത്തുന്നതുകൊണ്ടുള്ള ഒരു സംശയം ക്ഷേത്ര സംരക്ഷണ സമിതി അതുപോലുള്ള ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്നത്, ഇവരിവിടം ശബരിമലയിലെ വലിയൊരു വ്യാപാര സമുച്ചയ കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കമാണോ എന്ന്. ഇതിനകത്തൊരു സംശയം അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ കാരണം 2016 പിണറായി വിജയൻ അധികാരമേറ്റ നാളിൽ ആ വർഷത്തെ തീർത്ഥാടനത്തിന് മുമ്പ് ഇദ്ദേഹം ശബരിമലയിൽ പോയി. അപ്പൊ ശബരിമലയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ തിരിച്ചു പമ്പയിൽ ഒരു അവലോകന യോഗം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ശബരിമലയിലേക്ക് കയറാൻ തീർച്ചപ്പെടുന്നത്. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നിയമിച്ച കാലാവധി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ആ അവലോകന യോഗത്തില് മുഖ്യമന്ത്രി പറഞ്ഞു, നമ്മൾക്ക് ശബരിമല നട എല്ലാ ദിവസവും തുറക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയും. പ്രയാർ ഒന്നാം തരം ഭക്തനാണ്. പ്രയാർ ചാടി എഴുന്നേറ്റു. മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നത് നോക്കിയില്ല. പ്രയാർ പറഞ്ഞു, അത് നടക്കില്ല, ഇത് ശബരിമലയാണ്, മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമാണ്, അങ്ങനെ തുറക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യകാരണ സഹിതം അദ്ദേഹം വിശദീകരിച്ചു. ഇത് പിണറായി ഇഷ്ടപ്പെടത്തില്ല. പിണറായി പോയി കഴിഞ്ഞ് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി 3-ൽ നിന്ന് വെട്ടിച്ചുരുക്കി 2 പ്രയാറിനെ പുറത്തുവാക്കി. പിന്നീടാണ് പത്മകുമാർ വരുന്നത്. അപ്പൊ എന്നിട്ട് പിണറായി ശബരിമലയിലേക്ക് കയറാൻ തുടങ്ങി. അതിഗംഭീരമായ മഴ, കയറാൻ പറ്റിയില്ല, യാത്ര മുടങ്ങി. പിന്നീട് അദ്ദേഹം പോയി, സന്നിധാനത്ത് വരെ പോയി, ശ്രീകോവിലിന്റെ മുമ്പിൽ എത്തുകയൊക്കെ ചെയ്തു. ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവിടെ വന്നു എന്ന് പറയുന്നുണ്ട്. എസ് അച്യുതാനന്ദൻ പോയിട്ടുണ്ട്. അതെ, എസ് അച്യുതാനന്ദൻ മല കയറിയത് നടന്നാണ്, ഒരിടത്തും ഇരുന്നില്ല എന്ന് പറയുന്നത്. അച്യുതാനന്ദ സ്വാമികൾക്ക് അവിടെ എത്തിയപ്പോൾ വെടിവഴിപാട്, 2 ചെറിയ വടി, 1 വലിയ വടി, അവിടെ മൈക്ക് അനൗൺസ്മെന്റ് വന്നത് അദ്ദേഹം പൊട്ടിച്ചിരിച്ചു എന്നൊക്കെയാണ് കൂടെ ഉള്ളവരൊക്കെ പറയുന്നത്. അതായത് അപ്പൊ ഈ ആഗോള സംഘം, പിന്നെ അവിടെ സ്ത്രീകൾക്ക് ഈ സംഗമത്തിൽ പങ്കെടുക്കാം എന്ന് പറയുന്നുണ്ട്. അത് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. പമ്പയിൽ വരെ യുവതികൾക്ക് ചെല്ലാം, എല്ലാവർക്കും പോകാം. അത് കഴിഞ്ഞാലേ ഉള്ളൂ. ഈ സംഗമം നടത്തുന്നത് പമ്പാ തീരത്ത് വെച്ചാണ്. അപ്പോൾ ചിലപ്പോൾ ഇവർക്കൊരു സംശയം, മറ്റേ ബിന്ദു അമ്മുണിയോ രഹ്നാബാദമയോ, ഇത് നമ്മൾ ഈ വലിയ ലോകത്ത് മികച്ച സംഭാവന ചെയ്ത വനിതകളുടെ പേര് ഓർത്തിരിക്കുന്ന പോലെ ഓർത്തിരിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ് ഇവരെ കുറിച്ചൊക്കെ. അപ്പൊ ഇവരെയൊക്കെ വീണ്ടും എത്തിക്കളയുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയും ഉണ്ട്. പിന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു വലിയ സംഗമം നടത്തുകയാണെങ്കിൽ ഒരു ഭക്തജന സംഗമമായിട്ട് മാത്രം പോകണം. ഇതല്ലാതെ ഒരു ഗ്ലോബൽ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ
കച്ചവട സംബന്ധമായ കാര്യങ്ങൾക്ക് നടത്തുന്നതിന് ഗ്ലോബൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ വെച്ച് കൂടി ഓരോരുത്തരുടെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ്, ജിം. അതെ, അതുപോലുള്ള ഒരു സാധനമാക്കി മാറ്റുമോ എന്നാണ് സംശയം. കാരണം അവിടെ ശബരിമലയിൽ അതിന്റെ ആ പവിത്രതയും അതിന്റെ ഒരു പാവനതയും ഒക്കെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ വെറും ഒരു കച്ചവട താല്പര്യമുള്ള ഒരു 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 സമ്മേളനമാക്കി അതിനെ മാറ്റുമോ? സർക്കാർ ശബരിമലയെ മാർക്കറ്റ് ചെയ്യുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ശബരിമല എന്ന് പറയുന്നത് അതൊരു പ്രത്യേക കാനന ക്ഷേത്രമാണ്, മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമാണ്. വ്രതം നോക്കി 41 ദിവസത്തെ വ്രതം സ്വീകരിച്ച് വേണം അവിടെ പോകേണ്ടത്. അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ശബരിമല ദർശനം, ശബരിമല അയ്യപ്പ ദർശനം അവരുടെ ജീവിതത്തിലെ ഒരു വലിയ എന്താ പറയുക, അവരനുഷ്ഠിക്കുന്ന അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു വലിയ തപസ്സിന്റെ ഫലം കൂടിയാണ്. ടൈഗർ റിസർവ് കേന്ദ്രമാണ്. അതെ അതെ, എപ്പോഴും എല്ലാവർക്കും കയറി നടക്കാൻ പറ്റുന്ന സ്ഥലമല്ല. അല്ല, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് 365 ദിവസവും തുറക്കണമെന്ന് പറയുന്നത്. പരിസ്ഥിതിക്ക് എന്തു ദോഷം ഉണ്ടാക്കും. പിന്നെ അതിനകത്ത് 1 ഇഞ്ച് ഭൂമി കേന്ദ്ര വനം വകുപ്പ് വിട്ടുകൊടുക്കത്തില്ല, അറിയാമോ? 1 ഇഞ്ച് വിട്ടുകൊടുക്കത്തില്ല. ഇപ്പോൾ ഇടയ്ക്ക് തന്നെ എത്രയോ സ്ഥലം ഈ റോപ്പ് വേക്ക് വേണ്ടിയിട്ട് പമ്പയിൽ നിന്ന് സന്നിധാനം വരെ റോപ്പ് വേയുടെ ഒരു കരാറൊക്കെ ആയി, സർവേ കഴിഞ്ഞു. ഇത് ഭക്തർക്ക് പോകാൻ വേണ്ടിയല്ല ആദ്യഘട്ടങ്ങളിൽ, ചരക്ക് നീക്കത്തിനാണ്. ഇപ്പൊ ചരക്ക് നീക്കം ട്രാക്ടർ വഴിയാണ്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റോപ്പ് വേ വഴി അങ്ങ്. അപ്പൊ അതിനുവേണ്ടി ഫോറസ്റ്റിന്റെ കുറച്ച് സ്ഥലം എടുത്തു. അതിന് പകരം ദേവസ്വം ബോർഡിന്റെ കുളത്തൂപ്പുഴയിലെ കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പൊ ഒരു സൂചി കുത്താൻ പോലും സ്ഥലം കൊടുക്കത്തില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കാരണം തീർത്ഥാടനമൊക്കെ കഴിയുമ്പോൾ അവിടെ പുലി ഒക്കെ അവിടെ ആനയൊക്കെ ഇറങ്ങുന്ന അവിടെ അത് നമ്മൾ പറയേണ്ടത് അത് അവരുടെ ഇടമാണ് പ്രശാന്ത്. അതൊരു വാർത്ത തന്നെ അല്ല. ശബരിമലയിൽ പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്ന ശബരിമല കൊടും വനമാണ്. അത് പുലികളുടെ വിഹാര കേന്ദ്രം. എനിക്ക് സംശയമുണ്ട് കുറെ കഴിയുമ്പോ ഇവര് പൊന്നമ്പലമേടും കയറി കയ്യേറുമെന്ന് സംശയമുണ്ട്. പൊന്നമ്പലമേട്ടില് എല്ലാവന്മാരും ഉണ്ടറിയാമോ? പുലി, കടുവ എല്ലാം ഉണ്ട്. എല്ലാ മൃഗങ്ങളും. ഈ പുൽമേടിൽ എന്താണുള്ളത്? പുൽമേടിലും അത് തീർത്ഥാടന കാലത്ത് മാത്രമാണ് ഇവര് മൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് വരാതെ ഒതുങ്ങി നിൽക്കുന്നത്. ഇത്രയും ബഹളവും വെടിയും മുഴക്കവും എല്ലാം കൂടെ കേൾക്കുമ്പോൾ ഈ മൃഗങ്ങളെല്ലാം അങ്ങ് ഉൾവലിയും. ഈ മാസപൂജയ്ക്ക് തന്നെ തീർത്ഥാടകർ കുറവല്ലേ? ആ സമയത്ത് പോലും ഇതൊക്കെ 2-3 ദിവസത്തെ കാര്യമല്ലേ. പിന്നെ സംഗമമൊക്കെ നടത്തുന്നത് നല്ലതാണ്. പന്തളം കൊട്ടാരത്തിനെ അതിനകത്ത് ഉൾപ്പെടുത്തണം. കാരണം പന്തളം കൊട്ടാരത്തെ ഉൾപ്പെടുത്തണം, തന്ത്രി കുടുംബത്തെ ഉൾപ്പെടുത്തണം. പന്തളമല്ലേ, ഭക്തരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തണം. പിന്നെ സംഘടനകളുടെ പിതൃതുല്യരായ ആളാണ് പന്തളം എന്ന് പറയുന്നത്. അയ്യപ്പൻ എന്റെ വളർത്തച്ഛൻ ഇരിക്കുന്നിടമാണ്. അപ്പൊ അവർക്ക് വേണ്ട തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കണം. ദേവസ്വം ബോർഡും പന്തളം കൊട്ടാരവും തന്ത്രികളും പിന്നെ ഒക്കെ ചേർന്ന്, അതുപോലെ അയ്യപ്പ സേവാ സംഘമുണ്ട്, അതുപോലെ തന്നെ അയ്യപ്പ സേവാ സമാജമുണ്ട്. ഇവർ രണ്ടുപേരും ശബരിമലയിൽ ചെയ്യുന്നത് സ്തുത്യർഹമായ സേവനമാണ്. അയ്യപ്പ സേവാ സംഘം ഇപ്പൊ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പൊ ഈ ആംബുലൻസ് ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് ഈ അയ്യപ്പ സേവാ സംഘത്തിന്റെയും അയ്യപ്പ സേവാ സമാജത്തിന്റെയും വോളണ്ടിയേഴ്സ് ആണ്. എന്തെങ്കിലും അത്യാഹിതം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെല്ലാം ഓടിയെത്തി ഇവരെ താഴെ എത്തിക്കുകയും പിന്നെ കുടിവെള്ളം, അയ്യപ്പ സേവാ സമാജം, അതുപോലെ തന്നെ സേവാഭാരതി ഇവരൊക്കെ അവിടെ ചെയ്യുന്ന അവരുടെയൊക്കെ ആംബുലൻസ് ഒക്കെ അവിടെ തീർത്ഥാടന കാലത്ത് മുഴുവൻ സമയം പ്രവർത്തിക്കുകയാണ്. അപ്പൊ അവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം. ഇതിനകത്ത് വേറെ അവിടെ വെച്ച് കച്ചവട കാര്യങ്ങൾ ഉറപ്പിക്കരുത്. ഇവർ പറയുന്നത് ശബരിമലയുടെ പ്രശസ്തി എല്ലായിടത്തേക്കും പരക്കുന്നതിന് വേണ്ടി, ഇത് പരക്കുന്നതിന് ഇവരുടെ പ്രയത്നം ആവശ്യം. അത് അയ്യപ്പനറിയാം. ഈ തമിഴ്നാട്ടിൽ നിന്ന് ഭക്തരുടെ വരവ് കൂടുതൽ ഉണ്ടാകാൻ തുടങ്ങിയത് പി സുബ്രഹ്മണ്യത്തിന്റെ സ്വാമി അയ്യപ്പൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് അതിനകത്ത് തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും അയ്യപ്പ സ്വാമി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അത് വലിയ ഹിറ്റായി. അങ്ങനെയാണ്. പിന്നെ ഈ ശിവാജി ഗണേശൻ ശബരിമലയ്ക്ക് എം എൻ നമ്പ്യാർ ശബരിമലയ്ക്ക് പോയി തുടങ്ങി. അദ്ദേഹം കേരളത്തിൽ ഈ നാടകവും കാണാനൊക്കെ വരുമായിരുന്നു. പിന്നെ അങ്ങനെ ഈ നാടകം കാണാൻ വന്ന് അതിൽ വന്നപ്പോൾ ഒരാള് പിന്നെ താടിയൊക്കെ താടി അത് ശബരിമലയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞു. എന്താ ശബരിമലയ്ക്ക് അതെവിടാ? അങ്ങനെയാണ് ഇദ്ദേഹത്തിൽ ശബരിമലയെക്കുറിച്ച് അറിയുന്നത്. പിന്നെ നമ്പ്യാർ എല്ലാ മാസവും പോകാൻ തുടങ്ങി ശബരിമലയ്ക്ക്. ശബരിമലയിൽ ആദ്യം ഭക്തജനങ്ങൾക്ക് ചെന്നാൽ താമസിക്കാൻ പറ്റുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായത്
ഈ പിന്നെ സന്നിധാനത്ത് നിന്ന് പാണ്ടിത്താവളത്തേക്ക് പോകുന്ന വഴിക്ക് ഇടത്ത് സൈഡില് MN നമ്പ്യാർ സ്മാരകമുണ്ട്. അതെ. പഴയ ഒരു ഓടിട്ട ഘട്ടം ഇപ്പോഴും ഉണ്ടത്, ഒന്നും പൊളിച്ചിട്ടില്ല. ഒരു ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സൗകര്യം കുറവായിരിക്കും. പക്ഷെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ ഇപ്പോഴും അന്വേഷിക്കുന്നത് നമ്പ്യാർ സ്മാരകം എവിടെ, അവിടെ പോയി താമസിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ വളർന്ന് വലുതായിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, വിദേശങ്ങളിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്, മലേഷ്യയിൽ നിന്നൊക്കെ ഭക്തർ വരുന്നുണ്ട്. ഇവരുടെ ഈ ഇത്തരത്തിലുള്ള ബിസിനസ് കച്ചവടം അല്ലെ, ബിസിനസ് രീതി നല്ലതല്ല എന്നേ ഉള്ളൂ. ഇത് ഭക്തജനങ്ങൾക്ക് സംശയമുണ്ട്, ഇവിടെ വെച്ച് എന്തെങ്കിലും അതുകൊണ്ടാണ് ഈ ഹിന്ദു സംഘടനകളെ എതിർപ്പുമായിട്ട് രംഗത്ത് വരുന്നത്. ഇനി വല്ല റിസോർട്ട് വരെ വേണമെന്നുണ്ടെങ്കിൽ ഇവർ തുടങ്ങിക്കളയുമോ എന്ന്. കാരണം പിണറായിക്ക് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നു. 365 ദിവസവും തുടങ്ങി ഈ പറയുന്ന രീതിയിൽ മെട്രോമാൻ ശ്രീധരൻ ചെങ്ങന്നൂരിൽ നിന്നൊരു ആകാശപാതയ്ക്ക് പറഞ്ഞിട്ട് ഇതുവരെ ഇവരാരും ഉത്സാഹം കാണിക്കുന്നില്ലല്ലോ. ചെങ്ങന്നൂരിൽ നിന്ന് 50 മിനിറ്റ് കൊണ്ട് പമ്പയിൽ എത്താൻ വേണ്ടിയിട്ട് ആകാശപാത 50 മിനിറ്റ് കൊണ്ട്. ഇപ്പോൾ ഒരു തിരക്കുമില്ലാതെ ഉള്ള സമയത്ത് വണ്ടി പോയാൽ പോലും 2.5 മണിക്കൂർ എടുക്കും. തീർത്ഥാടന കാലമാണെങ്കിൽ അത് 3.5-4 മണിക്കൂർ എടുക്കും. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഈ കാനന ഭംഗിയും പമ്പയും കണ്ട് 50 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക, അല്ലാതെ ഈ കച്ചവടക്കാരന്മാരുടെ ബിസിനസ്സുകാരെ എല്ലാം വിളിച്ചു കൂട്ടി എഗ്രിമെന്റ് ഒപ്പിച്ചു പോകുന്നത് ആയിരിക്കത്തില്ല. മാറരുത്, അങ്ങനെ മാറരുത് അയ്യപ്പ സംഘം.